അപകട മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ട നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. കുമ്പൻപാറയിലെ അപകട മേഖലയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുകയാണ്. അവർക്ക് ക്യാമ്പ് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അതുപോലെ ചില ആളുകളൊക്കെ ബന്ധുവീടുകളിലേക്ക് മാറുന്നുണ്ട്. അവർ സാധനങ്ങളും രേഖകളും ഒക്കെ എടുത്ത് എപ്പോൾ തിരിച്ചു വരാൻ കഴിയും എന്നറിയാത്ത സാഹചര്യത്തിൽ അവർ ആ വീട് വിട്ട് പോവുകയാണ്. നിതിൻ അംബുജൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആലുവ രാജഗിരി ആശുപത്രിയിൽ നിന്നാണ് നിതിൻ അംബുജൻ നമ്മളോടൊപ്പം ചേരുന്നത്. നിതിൻ, നേരത്തെ ഈ ആശുപത്രി സൂപ്രണ്ട് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ബിജുവിൻ്റെ ഭാര്യ സന്ധ്യയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. തലയ്ക്കൊന്നും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ കാലുകൾക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. എന്താണ് ആശുപത്രിയിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ നിതിൻ? രജിത്ത്, ഒരു വെല്ലുവിളി നിറഞ്ഞ ശസ്ത്രക്രിയയാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി 5:15 അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പിന്നീട് ചില പരിശോധനകൾ പൂർത്തിയാക്കി അതിനുശേഷമാണ് 7 മണിയോടുകൂടി തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയാകും നടക്കുക എന്നാണ് ഇപ്പോൾ ഡയറക്ടർ കൂടിയായ ഡോക്ടർ സണ്ണി പി ഓരത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കാൽമുട്ടിന് താഴെ ഈ എല്ലുകളും അതോടൊപ്പം തന്നെ രക്തക്കുഴലുകളും ചതഞ്ഞറിഞ്ഞ നിലയിലാണ്. വലതുകാലിൻ്റെ എല്ലുകളെല്ലാം തന്നെ ചതഞ്ഞറിഞ്ഞെങ്കിലും ഈ രക്തക്കുഴലിൽ രക്തയോട്ടം ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കകളില്ല. പക്ഷേ ഇടതുകാലിന്റെ സ്ഥിതി അങ്ങനെയല്ല. ഇടതുകാലിന് രക്തയോട്ടം നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഒരു ശസ്ത്രക്രിയ ഇപ്പോൾ അടിയന്തരമായ ശസ്ത്രക്രിയ നടന്നു വരികയാണ്. ഒരു വിവിധ വകുപ്പുകൾ ഏകോപിച്ചുകൊണ്ടാണ് ആ ശസ്ത്രക്രിയ പുരോഗമിക്കുന്നത്. രക്തയോട്ടം നിലച്ചത് മറ്റ് അവയവങ്ങളെയൊക്കെ തന്നെ ബാധിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം ശക്തമാക്കുന്നു. അങ്ങനെ ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ നടത്തി വരികയാണ്. എന്തായാലും സൂക്ഷ്മമായുള്ള നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്തുമെല്ലാം തന്നെ സന്ധ്യയുടെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് തുടരുന്നത്. വന്നപ്പോൾ തന്നെ CT സ്കാൻ അടക്കമെല്ലാം തന്നെ പരിശോധിച്ചിരുന്നു. മറ്റ് ഇന്റേണൽ ബ്ലീഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന പരിശോധന നടത്തിയിരുന്നു. പ്രാഥമിക നടത്തിയ പരിശോധനയിൽ അത്തരം ഇന്റേണൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ തലച്ചോറിന് ക്ഷതമേൽക്കുന്ന സാഹചര്യമോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ അരയ്ക്ക് താഴെ, പ്രത്യേകിച്ചും കാൽമുട്ടിന് താഴെയുള്ള എല്ലുകൾ ചതഞ്ഞരിഞ്ഞിരിക്കുന്നു. മാത്രമല്ല രക്തക്കുഴലും ഇത്തരത്തിൽ ചതഞ്ഞരിഞ്ഞ നിലയിലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ശസ്ത്രക്രിയ വെല്ലുവിളി എന്ന് ഡോക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയ നടക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു. CT സ്കാൻ അടക്കമുള്ള പരിശോധിച്ച ശേഷമാണ് ഈ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വിവിധ വകുപ്പുകളെ ചേർത്തുള്ളൊരു ഏകോപനം ഇപ്പോൾ എന്തായാലും ഈ ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നും നടത്തി വരികയാണ്. വൈകിട്ടോടെ തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ അപകടത്തിൽ സന്ധ്യയുടെ ഭർത്താവ് മരിച്ചു. പക്ഷേ ആ വിവരം എന്തായാലും സന്ധ്യ ഇപ്പോൾ അറിഞ്ഞിട്ടില്ല. ബന്ധുക്കളൊക്കെ തന്നെ ആ വിവരം അറിഞ്ഞിട്ടുണ്ട്. രാവിലെ 5:15 സന്ധ്യ ഇവിടെ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ ഈ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട ഈ ഒരു രക്ഷാദൗത്യത്തിന് ശേഷമാണ് സന്ധ്യ പുറത്തെത്തുകയും പിന്നീട് അടിമാലി ആശുപത്രിയിൽ നിന്ന് രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചത്. ഈ മണിക്കൂറുകളോളം ഈ കാലിന്റെ എല്ലുകൾ ചതഞ്ഞിട്ട് മണിക്കൂറുകളോളം ഈ കെട്ടിടത്തിന് ഇടയിൽ സന്ധ്യ കുടുങ്ങി കിടന്നു. അത് തന്നെയാണ് ഈ ഒരു ശസ്ത്രക്രിയ ഇത്തരത്തിൽ വെല്ലുവിളിയാകാൻ ഒരു സാഹചര്യം ഉണ്ടായത്. ഈ രക്തക്കുഴലുകളൊക്കെ തന്നെ അത് പൊട്ടിയാൽ ഏതാണ്ട് ഒരു 7 മണിക്കൂറിനകം തന്നെ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ മണിക്കൂറുകളുടെ ഒരു വൈകൽ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വെല്ലുവിളി നിറഞ്ഞ ശസ്ത്രക്രിയ എന്ന് ഡോക്ടർ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ആ ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ടോടെ തന്നെ അത് അവസാനിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, നിതിൻ അംബുജൻ ആശുപത്രിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ദുരന്തത്തിൽ മരിച്ച കുമ്പൻപാറ സ്വദേശി ബിജുവിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ടോടുകൂടി നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.